ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ എന്താ ഈ കോലുമേൽ ഉള്ളിയൊക്കെ കുത്തിയിട്ട് കാണിക്കുന്നതെന്നായിരിക്കും അല്ലേ വിചാരിക്കുന്നേ. ഇന്ന് നമ്മളെ വെറും 2 മിനിറ്റിനുള്ളിൽ ഉണ്ടാക്കാൻ പറ്റുന്ന, നമ്മൾ മലയാളികൾക്ക് ഏറ്റവും നൊസ്റ്റുമായിട്ട് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ ചുട്ട മുളകിൻ്റെ സമ്മന്തി. കഞ്ഞിക്കും കപ്പയ്ക്കും ഒക്കെ വളരെ ടേസ്റ്റി ആയിട്ട് പണ്ടൊക്കെ ആണെങ്കിൽ മിക്കവാറും വീടുകളിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു സാധനം. സാധാരണ നമ്മൾ അടുപ്പിലെ കനലിലിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ നമുക്ക് അടുപ്പൊന്നും ഇല്ലാത്തവർക്ക് ഈ രീതിയിലൊക്കെ ചെയ്യാം. ഞാനിവിടെ ഒരു പപ്പടക്കോലിലാണ് ഇത് കുത്തിയിട്ട് ജസ്റ്റ് അതിൻ്റെ ആ പുറമൊന്ന് കരിഞ്ഞ് തുടങ്ങില്ല, തൊലി അത്രയുമായിട്ട് റെഡിയാക്കി എടുക്കുവാണേ. അപ്പോൾ പുറംതൊലി ഒന്ന് കരിഞ്ഞ് തുടങ്ങുമ്പോഴേക്കും നമുക്കതിങ്ങോട്ട് എടുക്കാം. ഇനി ഇതിൻ്റെ മെയിൻ താരം നമ്മുടെ മുളകാണ്. ഇത് ജസ്റ്റ് സെക്കൻഡുകൾ മാത്രമേ, ജസ്റ്റ് ആ തീയിലേക്കൊന്ന് കാണിക്കാനേ പാടുള്ളൂ. ആ ഞെട്ടോടെ ഉള്ള മുളക് എടുത്തിട്ട് ആ ഞെട്ടി പിടിച്ചിട്ട് തീയിലേക്കൊന്ന് കാണിച്ചിങ്ങ് എടുക്കുക. ഏതാനും സെക്കൻഡ് മാത്രം നമ്മളതിലേക്ക് കാണിക്കുക. അപ്പോൾ ജസ്റ്റ് ആ കരി ഇങ്ങനെ പിടിച്ചു തുടങ്ങും, കണ്ടില്ലേ? അന്നേരം അത് പെട്ടെന്ന് എടുക്കുക. അങ്ങനെ നമ്മളിവിടെ ഉള്ളി ചുട്ടെടുത്തിട്ടുണ്ട്, ഒപ്പം മുളകും ചുട്ടെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ആ ഉള്ളിയുടെ തൊലി നമുക്കിങ്ങനെ പതുക്കെ ഇങ്ങനെ അതൊക്കെ ഉണ്ടാവും, ഇങ്ങനെ തൊടുമ്പോൾ തന്നെ അതിങ്ങനെ ഊരി പോകുന്നുള്ളൂ. അങ്ങനെ എല്ലാത്തിൻ്റെയും തൊലിയൊക്കെ എടുത്ത് ആ കരിയൊക്കെ മാറ്റിയെടുക്കുവാണ്. മുളകിൻ്റെയും ഞെട്ടൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ എക്സ്ട്രാ വേണ്ടത് മുളകിൻ്റെ കൂട്ടത്തിൽ പുളിയും ഉപ്പും കൂടിയാണ്. നമ്മൾ ഇതിൻ്റെ കണക്കൊന്നുമില്ലേ, നമ്മുടെ ഒരു ആവശ്യത്തിനനുസരിച്ചുള്ള നമ്മുടെ മനക്കണക്കിൽ ഉള്ളിയും എരിവിന് വേണ്ടത്രയും മുളകും എടുത്തു, അതിനൊരാവശ്യത്തിനുള്ള പുളിയും ഉപ്പും എടുത്തു. ഇനി ഇത് നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പണ്ടാണെങ്കിൽ നമ്മൾ കല്ലിലാണ് അരച്ചിരുന്നത്. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. വല്ലാതെ അരഞ്ഞു പോരുത്, ഈ ഒരു രീതിയിൽ തന്നെ നമുക്കിത് ചെയ്തെടുക്കണം. ഇനി എന്താ, കഴിഞ്ഞു. ലാസ്റ്റ് സ്റ്റെപ്പ്, അതിലേക്ക് നടുക്കൊരു കുഴി പോലെ ആക്കിയിട്ട് നമ്മുടെ വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിക്കാൻ പോവുകയാണേ. ഒരുപാട് വെളിച്ചെണ്ണ ഒഴിക്കരുത്, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇനി അത് നന്നായിട്ടൊന്ന് ചാലിച്ചെടുക്കണം. ശരിക്കും കൈ കൊണ്ട് തന്നെ നന്നായിട്ട് ഞെരടി എടുക്കണം. എന്നിട്ട് നല്ല ചൂട് കഞ്ഞിയുടെ കൂടെ അല്ലെങ്കിൽ കപ്പയുടെയൊക്കെ കൂടെ കഴിക്കാൻ എന്നാ രസമല്ലേ. താങ്ക് യു.